ഞെട്ടിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ദൈവമാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആ പോസ്റ്റ് ഞാനിപ്പോൾ വായിച്ചു തരാം. ആരാണ് ആ പോസ്റ്റ് ഇട്ടത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, രാഹുൽ നിരപരാധിയെന്ന്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം ആദ്യം തന്നെ പറയുകയാണ്. രാഹുൽ യൂത്ത് കോൺഗ്രസ്കാരനാണ്, അങ്ങനെ നിങ്ങൾ എടുക്കരുത്. രാഹുൽ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും BJP-കാരാണെങ്കിലും CPM-കാരാണെങ്കിലും കോൺഗ്രസ്കാരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ രാഹുലിന് മാത്രം സപ്പോർട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ആ ഒരു ഫേസ്ബുക്ക് പേജ് വായിപ്പിച്ച് തരുമ്പോൾ, നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഇന്ന് കോടതിയിൽ ഇന്നാണല്ലോ വാദം. നമ്മുടെ രാഹുലിൻ്റെ വാദമൊക്കെ കഴിഞ്ഞു. ശനിയാഴ്ചയാണ് വിധി പറയുന്നത്. ജഡ്ജി അതിജീവിത, അതായത് ഈ പെൺകുട്ടി പറഞ്ഞത്, രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ തെളിവ് നശിക്കപ്പെടും, അതുപോലെ പീഡിപ്പിക്കുമ്പോൾ രാഹുൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രാഹുലെങ്ങാലം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ വീഡിയോ രാഹുലിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇല്ലാതാവും. അതിനുശേഷം ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത്, രാഹുലിനെ ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞാൽ രാഹുലിന് ലണ്ടനിലും അമേരിക്കയിലും ദുബായിലും സൗദിയിലുമൊക്കെ വലിയ ടച്ചുള്ള ഒരാളാണ്, വലിയ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ചിലപ്പോൾ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്ക് മുങ്ങും, അപ്പോൾ തെളിവൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ പ്രതിക്ക്, ഇവൾ പറയുന്ന രീതിക്കാണ് ഞാൻ പ്രതി എന്ന് പറയുന്നത്. ഓക്കെ, ഇവൾ പറഞ്ഞ രീതിയാണ്, ഈ പ്രതിക്ക് നിങ്ങൾ ജാമ്യം കൊടുക്കരുത്. അങ്ങനെ കുറേ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് കോടതിയിൽ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു. ഓക്കെ, അത് ഒരു കാര്യം കൂടി പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇവളെ ഇത്രയും റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുന്നത്. 8ന്റെ പണിയാണ്, നമുക്കൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിജീവിത എന്ന് വിളിക്കണം, പെൺകുട്ടി എന്ന് വിളിക്കണം, വേറെ ഇങ്ങനെ ഇത്തരത്തിൽ കേസ് വരുമ്പോൾ സംസാരിക്കും. അതുകൊണ്ടാണ് ഇത്രയും റെസ്പെക്റ്റിൽ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫെനിനിനാൻ്റെ ചാർജ് ഞാൻ ഒന്നും കൂടി ചർച്ച ചെയ്യുന്നില്ല. ഫേക്ക് ആയിട്ടുള്ള അതിജീവിതന്മാരാണ്, ആ ചാർട്സും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്, ഇതൊക്കെ രാഹുലിന് കൊടുക്കുന്നതാണെന്നാണ് നമ്മുടെ രാഹുലിൻ്റെ അഭിഭാഷകർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശനിയാഴ്ച ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ നിരപരാധി എന്ന് ഒന്നും കൂടി തെളിയിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇവരെ നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഷെഹനാസ്, അതായത് കോൺഗ്രസിൻ്റെ മുതിർന്നൊരു നേതാവായിരുന്നു മുമ്പ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതേ ഷെഹനാസ്, അതായത് ഈ രാഹുലിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ മാധ്യമങ്ങളിൽ പൊട്ടിത്തെറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. രാഹുൽ എനിക്ക് മോശമായി മെസ്സേജ് അയച്ചു, രാഹുൽ പീഡനവീരനാണ്, രാഹുലിനെ പോലെയുള്ളവർ നമുക്ക് വേണ്ട, നമ്മൾ അടുത്ത് വേണ്ട, അങ്ങനെയൊക്കെയാണല്ലോ ഈ ഷെഹനാസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റും കൂടി കാണണം. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട്? ആരാണ് ഷെഹനാസിൻ്റെ കൂടെയുള്ളത്? മുകേഷാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ രാഹുലിൻ്റെ കേസും മുകേഷിൻ്റെ കേസും ഒരേ കേസാണ്, പീഡന കേസാണ്. അപ്പോൾ ഇതേ ഷെഹനാസ് രാഹുലിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ സ്വന്തം പാർട്ടിക്കാരനാണ് രാഹുൽ, എന്നിട്ടും രാഹുലിനെ പൊരിച്ച ഷെഹനാസ് ഇപ്പം എങ്ങനെയാണ് മുകേഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്? മുകേഷ് MLA എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടുപേരും ഒരേ കേസല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ടാണ് ഷെഹനാസ് എന്ന് അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജ്, ഇത് വൈറലായതോടുകൂടി ഷെഹനാസ് ഒരു ഫേസ്ബുക്ക് പേജ് ഇടുകയാണ്. അത് നമുക്ക് ഒരു സ്ത്രീ വായിച്ചു തരുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സൈബർ ബുള്ളിയിങ് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ സൈബർ ബുള്ളിയിങ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് എത്ര പ്രാവശ്യം ആയിരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. എന്നെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മനുഷ്യരുണ്ട്? നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ച ചൂഷണം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ എത്ര സ്ത്രീകളെ നിങ്ങൾ കൊല്ലാതെ കൊന്നിട്ടുണ്ട്? അതും സത്യം പകൽ പോലെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ട്? ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. ഞാൻ എങ്ങാനും പെട്ടെന്ന് ദുരൂഹമായി മരിച്ചുപോയാൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മകൾ അടക്കമുള്ളവരോട് ഞാൻ പറയാറുണ്ട്, അതാരെങ്കിലും എന്നെ തല്ലിക്കൊന്നതായിരിക്കുമെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സൈബർ സ്പേസ് അത് ഏത് രാഷ്ട്രീയമാവട്ടെ അവരുടെ ബുള്ളിയിങ് കാലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തൊലിക്കട്ടി തന്നെയാണ്. ഈ നിമിഷവും കടന്നുപോകും. വിചാരിച്ചു നിൽക്കാൻ ഇതെനിക്ക് അത്ര മോശമായ അവസ്ഥയുമല്ല. ഇതിനേക്കാൾ മോശം അവസ്ഥയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിലെത്തിയത്. അല്ലെങ്കിലും പ്രതികരിച്ചതിന്റെ പേരിൽ കാലാകാലങ്ങളിൽ നിങ്ങളൊക്കെ തന്ന മോശം പേരുകൾ ഇനി ഒരു കാലത്തും വരാനുമില്ല. അതിനപ്പുറം ഒരു പെണ്ണിനെ, ഒരു മനുഷ്യനെ പറയാനുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ചില പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞതുകൊണ്ടാണ്. 2023 നിയമസഭാ പുസ്തകോത്സവത്തിൽ മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ സ്റ്റാൾ സന്ദർശിച്ച മുകേഷ് MLAയും ഞാനും ഉള്ള ഒരു ഫോട്ടോ പലയിടത്തും ഷെയർ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർക്ക് വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ്. ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞാകരുത് നിങ്ങളുടെയൊക്കെ നിലപാടുകൾ.
2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷമാണ് സിനിമയിലെ പല യുവതികളും തുറന്നുപറച്ചിലുകൾ നടത്തിയത്. ഒരുപാട് സ്ത്രീകൾ വേട്ടക്കാർക്കെതിരെ എഴുതിയത്. അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു അന്യനാട്ടിലെ ഒരു നായിക തുറന്നുപറച്ചിൽ നടത്തിയത്. മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നത്. സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് തന്റേട നൽകുന്ന സമയത്ത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കം ഇരയെ മോശമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടായത്. ആ സമയങ്ങളിലൊക്കെ സ്ത്രീ പീഡകരായ ഇവർക്കൊക്കെ എതിരെയും മന്ത്രിയായിട്ട് പോലും സ്ത്രീകളുടെ പരാതിക്ക് ഒരു പ്രാധാന്യം നൽകാത്ത മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ചാനലുകളിൽ ഉള്ള വാർത്തയാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നു. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടു പോകുന്ന ചില ഫോട്ടോകൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി, ഞാനല്ല. മീടു ആരോപണം വരുന്ന ഒരു പീഡകന്റെയും ഒപ്പം വേദി പോലും പങ്കിടില്ല എന്നത് ജീവിതത്തിലെടുത്ത തീരുമാനമാണ്. അതെല്ലാ കാലത്തും ജീവിതത്തിൽ പ്രായോഗികമാക്കി എന്റെ മനസാക്ഷിയോട് കൂറു പുലർത്തേണ്ട ഒന്നാണ്. അതിനെയൊക്കെ നിങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അപമാനിച്ചു കളയാം എന്നൊരു തോന്നലുണ്ട്. എങ്കിൽ ഒന്നുകൂടി പറയുന്നു, എനിക്ക് അസാമാന്യ തൊലിക്കട്ടിയാണ്. നിങ്ങൾ എന്നെ എന്തൊക്കെ വിധത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാലും അതിൽ തളരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. പറഞ്ഞു വരുന്നത് വർഷങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഈ കാലങ്ങളിലൊക്കെയും മനസ്സിലായത് ഒരുപാട് ബഹുമാനിക്കുന്ന, വായിക്കുന്ന, പ്രസംഗിക്കുന്ന, രാഷ്ട്രീയം, സിനിമാ, സാഹിത്യം ഇതിലൊക്കെയുള്ള മനുഷ്യരെ കുറിച്ച് ഉള്ളു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ തരുന്നത്. അതിപ്പോൾ അവസാനമുണ്ടായ നിയമസഭാ പുസ്തകോത്സവത്തിലടക്കം. അതിനൊന്നും ജാതിയല്ല, മതമില്ല, വർണ്ണമില്ല, എന്തിന് ലിംഗവ്യത്യാസം പോലുമില്ല. അത്രയും മനുഷ്യരെ ചൂഷണം ചെയ്തവരെ ഒക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുണ്ട്. അവരോട് മിണ്ടിയതിന്റെ, ഈ പറഞ്ഞ ഫോട്ടോ എടുത്തതിന്റെ അപമാനമുണ്ട്. എന്നാലും ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയില്ല, എനിക്കിങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്ന്, അവളിൽ നിന്ന് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന്. ഇരയ്ക്കൊപ്പം തന്നെയാണ് ഏത് കാലത്തും. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവുകൾ മനസ്സിലാക്കി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇട്ട പോസ്റ്റ് റിമൂവ് ചെയ്യുകയോ മാറ്റി പറയുകയോ ചെയ്തിട്ടില്ല. അതെന്റെ ആത്മവിശ്വാസമാണ്. തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെയും എഴുതിയിട്ടും ഇല്ല, മരണത്തിന് വിട്ടുകൊടുത്തിട്ടുമില്ല. ഇതായിരുന്നു എം എ ഷഹനാസ് പങ്കുവെച്ച ആ ഒരു കുറിപ്പ്. ഒരു കാര്യം പറയുകയാണ്, എന്താണല്ലേ ഇത് കോമഡി ആണോ? നോക്കൂ നിങ്ങൾ, രാഹുലിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാരനാണ്, ഷഹനാസിൻ്റെ സ്വന്തം പാർട്ടിക്കാരനാണ് രാഹുൽ. അപ്പോൾ ഷഹനാസ് മാധ്യമങ്ങളെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും ഒന്ന് വരണം. അതിനുശേഷം മീറ്റപ്പിൽ പറയുകയാണ് രാഹുൽ പീഡനവീരനാണ്, രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, രാഹുൽ എനിക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ ഇതേ ഷഹനാസ് മുകേഷാവും രാഹുലാവില്ല, രണ്ടുപേരും ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല. രണ്ടു കേസും കോടതിയിലുള്ള കേസാണ്, മുകേഷിൻ്റെതായാലും രാഹുലിൻ്റെതായാലും. അപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിലല്ലേ കാണേണ്ടത്? മുകേഷാവും രാഹുലാവില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അതായത് ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു എന്നല്ലേ? ഇല്ലെങ്കിൽ മുകേഷും ഇപ്പോൾ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്യുമ്പോൾ മുകേഷിൻ്റെയോടും പക തോന്നണ്ടേ ഷഹനാസിന്? മുകേഷ് വേറൊരു പാർട്ടിക്കാരനാണ്, രാഹുൽ കോൺഗ്രസ്സുകാരനാണ്. നോക്കൂ നിങ്ങൾ, വേറൊരു പാർട്ടിക്കാരൻ ഇതേ തെറ്റ് ചെയ്ത കുറ്റത്തിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ കൂടെ ഇരുന്നിട്ട് സെൽഫി എടുക്കാം, എല്ലാം എടുക്കാം. അപ്പോൾ ഇത് ആരുടെയോ ഒരു ഗൂഢാലോചനയുടെ ഒരു കേസെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പൊന്നു പ്രേക്ഷകരെ, രാഹുൽ എന്നല്ല, മുകേഷ് എന്നല്ല, ഇനിയിപ്പോൾ പിണറായി വിജയനായാലും ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വേണം വീഡിയോ ചെയ്യാനും മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ഒക്കെ. ഇപ്പോൾ നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, രാഹുലിന് എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല? ഒരു കാര്യം പറയുകയാണ്, ഏത് മുമ്പിലുള്ളതൊരു പെൺകുട്ടിയാണെങ്കിൽ പീഡനത്തിനാണ് കേസ് കൊടുക്കുന്നതെങ്കിൽ പണിയാണേ. എനിക്കെതിരെ ഒരു പെണ്ണ് നാളെ ഇല്ലാത്ത കേസ് കൊടുത്താലും ഊരാൻ പണിയാണേ. സത്യം പറഞ്ഞാൽ ജാമ്യം കിട്ടാനും പണിയാണേ. കാരണം കോടതിക്ക് അതൊരു നിയമമാണ്, നല്ല നിയമമാണ്. അങ്ങനെ ഞാൻ പറയും. അതായത് പെൺകുട്ടികൾക്ക് ഒരു മുൻഗണന, റെസ്പെക്റ്റ്. അവർ പറയുന്നതിൽ നിന്ന് സത്യമുണ്ടാവുമോ, അന്വേഷിക്കട്ടെ. അങ്ങനെയാണ്. അവസാന നിമിഷം ആണുങ്ങൾക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അതായത് കേസ് നിരപരാധി എന്ന് അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആ സമയം എത്തുമ്പോൾ എല്ലാ മാധ്യമവും നമ്മളെ പൊരിച്ചിട്ട് ഇല്ലാതാക്കും. നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പീഡനവീരാണ്. ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നിരപരാധി എന്ന് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളോടൊരു കാര്യം പറയുകയാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പണി എടുക്കരുത്. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം, ആഗ്രഹമുണ്ട് ജീവിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.